അന്ന് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 21, 2025 കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പോൾ ടൈം ഏകദേശം 1:15 ആയിട്ടുണ്ടാവും, വെളുപ്പിന് 1:15. ആ സമയത്ത് കുറച്ച് ആളുകൾ വെള്ളത്തിൽ നിന്നിങ്ങായിട്ട് എന്തൊക്കെയോ തിരയുന്നുണ്ട്. അവരാകപ്പാടെ ആടി ഒലയുന്നുണ്ടായിരുന്നു. എന്നാൽ അവരുടെ കണ്ണിൽ എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിലിന്റെ തീക്ഷ്ണതയും ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈറ്റും വെച്ച് ഇവർ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ മൊബൈലിന്റെ ഫ്ലാഷും അവരുടെ കയ്യിലുള്ള എല്ലാം വെച്ച് അവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവരെ ഒച്ച വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. അവരവിടെ കുറേ നേരം സെർച്ച് ചെയ്തു. എന്നാൽ അതെല്ലാം തന്നെ ഒരു തോൽവിയിലായിരുന്നു എത്തിയത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇന്ന് രക്ഷയില്ല എന്ന് കണ്ട അവർ നേരെ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും മുഖത്തും ഒക്കെ വല്ലാത്തൊരു വിഷമുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് അവർ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. എന്നിട്ട് നാളെ എന്തായാലും പോയി നോക്കണം, നാളെ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു കാര്യവും അവർ പറയുകയാണ്. അപ്പോൾ ആ ഒരു പച്ച പാതിരാത്രി, അത്രത്തോളം വെളിച്ചില്ലാത്ത സ്ഥലത്ത്, ആളനക്കില്ലാത്ത സ്ഥലത്ത് അവർ എന്തിനായിരുന്നു തേടിക്കൊണ്ടിരുന്നിരുന്നത്? അതും വെള്ളത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട്. അത്രയും അപകടകരമായിട്ടുള്ള രീതിയിലായിരുന്നു അവർ ആ ഒരു സെർച്ചും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ എന്തിനായിരുന്നു അവർ സെർച്ച് ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിധിയോ കാര്യങ്ങളോ ഒന്നുമല്ല. അതിലും പ്രൈസ്ലെസ് ആയിട്ടുള്ള, ഒരു തവണ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നിനു വേണ്ടിയിട്ടായിരുന്നു അവര് അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നിരുന്നത്. യെസ്, അവര് ഒരാൾക്ക് വേണ്ടിയിട്ടായിരുന്നു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ആളുടെ പേര് ഒച്ചത്തിൽ അലറി വിളിച്ചിട്ടായിരുന്നു അവരവിടെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ ശക്തിയേറിയിട്ടുള്ള ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ട് അയാളെ ആയിരുന്നു ഇവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായത്. പിന്നെ ഇവർ സെർച്ച് ചെയ്യുന്ന ആ ഒരു സമയത്തൊക്കെ ഈ സെർച്ച് ചെയ്യുന്ന ആളുകൾ ഇയാളെ കാണുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇയാൾ ഈ സെർച്ച് ചെയ്യാൻ വന്ന ആളുകളെ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഒന്നും മിണ്ടാതെ ആൾ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിങ്ങേറ്റ് മുങ്ങിയ ആളാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചു നിൽക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇയാളുടെ സുഹൃത്തുക്കളും സഹോദരനും തന്നെയായിരുന്നു ഇയാളെ അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ആള് വല്ലാത്ത രീതിയിലുള്ള ഒരു അപകടത്തിലാണ്, ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവര് ഇയാളെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതിനോടകം തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് നമ്മളുടെ കരയിലല്ല, കടലിലാണ്. അതായത് കന്യാകുമാരിയിൽ നിന്നും ഏകദേശം 16 നോട്ടിക്കൽ മൈൽ മാറിയിട്ട്, അറൗണ്ട് ഒരു 29.6 കിലോമീറ്റർ മാറിയിട്ട് ബോട്ടിൽ അവരവരുടെ ഫ്രണ്ടിനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രത്തോളമൊക്കെ കേട്ടപ്പോൾ തന്നെ ഇതൊരു സർവൈവൽ സ്റ്റോറി ആയിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഇതൊരു സർവൈവൽ സ്റ്റോറി തന്നെയാണ്. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത 28 മണിക്കൂറുകൾ കടലിൽ കഴിഞ്ഞ ഒരു യുവാവിൻ്റെ കഥയാണിത്. അപ്പോൾ ആളെങ്ങനെയാണ് ആ ഒരു കടലിലോട്ട് എത്തിയത്, എങ്ങനെയാണ് ആ കടലിൽ വീണത്, എങ്ങനെയാണ് ആൾ സർവൈവ് ചെയ്തത്, എങ്ങനെയാണ് ആളെ രക്ഷപ്പെടുത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്ക് അടുത്തുള്ള കുന്തംകുളം എന്ന് പറയുന്ന ഏരിയയിൽ ചെട്ടിക്കുളം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു 35 വയസ്സുള്ള ശിവമുരുകൻ എന്ന് പറയുന്ന ഒരു യുവാവ് താമസിച്ചിരുന്നത്. കാര്യാളൊരു മുക്കുവ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നതെന്നുണ്ടെങ്കിലും വലിയ കാര്യമായിട്ട് ആൾ കടലിൽ മീൻ പിടിക്കാനൊന്നും പോവാറുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 35 വയസ്സായതിനു ശേഷമാണ് ഓക്കെ ഇനി മീൻപിടുത്തം ഒരു കരിയർ ആക്കാം എന്നുള്ള ഒരു രീതിയിൽ ആൾ കടലിൽ പോകാനായിട്ട് തുടങ്ങിയത്. എന്തിനേറെ പറയുന്നു, 2025 സെപ്റ്റംബർ മാസം മാത്രമാണ് ആള് ഇതേപോലെ സ്ഥിരമായിട്ട് കടലിൽ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായത്. എന്നാൽ വിത്തിൻ ഫ്യൂ വീക്സ് ആള് ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ആളുടെ ലൈഫിൽ നടന്നത്. ഇനി ഒരിക്കലും താൻ കടലിൽ തന്നെ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ ആളുടെ ലൈഫിൽ നടക്കുകയാണ്. അത്രത്തോളം ഷോക്കിംഗ് ആയിട്ടുള്ള, വിശ്വസിക്കാനാവാത്ത ഒരു ഇൻസിഡന്റ് തന്നെയായിരുന്നു ആളുടെ ലൈഫിൽ നടന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 20, 2025 വെളുപ്പിന് ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ശിവമുരുകനും ശിവമുരുകന്റെ സഹോദരനും കൂടെ മീൻ പിടിക്കാനായിട്ട് കടലിലോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അവര് ആ ഒരു പോർട്ടിന്റെ അവിടെ എത്തി. ചിന്നമുട്ടം ഫിഷിംഗ് ബോട്ട് എന്നായിരുന്നു ആ ഒരു പോർട്ടിന്റെ പേര്. അപ്പോൾ ഇവരെ 2 പേരെയും കൂടാതെ ഒരു 14 പേര് കൂടെ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ബോട്ടിൽ കയറിയിട്ട് മീൻ പിടിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ടോട്ടൽ ഒരു 16 പേരുടെ ക്രൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ നേരെ കടലിൽ ലക്ഷ്യമാക്കിയിട്ട് പോവുകയായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം പകൽ മുഴുവൻ അവരവിടെ മീനും കാര്യങ്ങളൊക്കെ പിടിച്ചു. അറൗണ്ട് വൈകുന്നേരം 6 മണിയൊക്കെ ആയ ടൈമിൽ പല ബോട്ടുകളും തിരിച്ച് ഇതേപോലെ തന്നെ നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അതായത് കടലിൽ നിന്ന് തിരിച്ച് നമ്മളുടെ കരയിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവരുടെ ബോട്ടും നേരെ കടലിൽ നിന്ന് കരയിലോട്ടുള്ള യാത്ര തിരിച്ചത്. അങ്ങനെ ഇവരുടെ ബോട്ടും കരയെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ ശിവമുരുകന് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നുന്നത്. ആളങ്ങനെ
ബോട്ടിൻ്റെ ആ ഒരു തുമ്പത്ത് വന്ന് നിന്നിങ്ങനെ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വലിയ ഒരു തിരയടിക്കുകയായിരുന്നു. ആ ഒരു തിരയടിച്ചിട്ട് ശിവമുരുകൻ നേരെ കടലിലോട്ട് വീണു. ഈ ഒരു കാര്യം ബോട്ടിലുണ്ടായിരുന്ന ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു സമയത്ത് അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബോട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇയാൾ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബോട്ടിൻ്റെ എഞ്ചിൻ്റെ സൗണ്ടും ബാക്കിയുള്ള സൗണ്ടുകളൊക്കെ കാരണം ഇത് ആരും അറിഞ്ഞില്ല. ഇയാളുടെ നിലവിളിയൊന്നും ആരും കേട്ടില്ല. അങ്ങനെ ഇയാൾ ബോട്ടിൻ്റെ പിന്നാലെ ബോട്ടിൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെ നീന്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ബോട്ട് നല്ല സ്പീഡിലായിരിക്കുമല്ലോ പോകുന്നുണ്ടാവുക. ഇയാൾക്ക് നീന്തി എത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം ഇയാൾ ഈ ഒരു കടലിൽ വീണിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് ശിവമുരുകൻ്റെ ബ്രദർ ശിവമുരുകനെ കാണാനില്ലല്ലോ എന്ന് പറയുന്നത്. അല്ല, മൂത്രമൊഴിക്കാനായിട്ട് പോയിട്ട് ഇത്രയും നേരമായിട്ട് ആളെവിടെയെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇയാൾ ബോട്ടിൻ്റെ ആ ഒരു മുന്നിലോട്ട് പോയത്. ആ ഒരു സമയത്ത് ഈ ശിവമുരുകനെ കാണാനില്ല. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. ആള് തിരയടിച്ചിട്ടോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കാല് തെന്നിയിട്ടോ കടലിൽ വീണിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുകയാണ്. അവരുടനെ തന്നെ വണ്ടി തിരിക്കാനായിട്ടുള്ള പരിപാടി ചെയ്യുകയും ചെയ്തു. അതായത് ഈ ഒരു ഷോക്കിൽ ശിവമുരുകൻ്റെ ബ്രദർ ബാക്കിയുള്ള എല്ലാവരെയും വിവരം അറിയിച്ചു. എല്ലാവരും തന്നെ ഷോക്കായി പോയി. അതായത് ഒരാൾ പെട്ടെന്ന് തന്നെ ഇവരുടെ ഇടയിൽ നിന്ന് മിസ്സായത് ഇവർ ആ ഒരു സമയം വരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 10-15 മിനിറ്റ് മുൻപ് എവിടെയായിരുന്നു ഈ ഒരു ബോട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് GPS ലൊക്കേഷൻ നോക്കിയിട്ട് അത് സെറ്റ് ചെയ്തിട്ട് തിരിച്ച് അവർ ആ ഒരു ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അവിടെ എത്തി ഇയാളുടെ പേര് വിളിച്ചുകൊണ്ടും ആ ഒരു ശക്തിയേറിയ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ടും ഈ ശിവമുരുകനെ അവർ അന്വേഷിക്കുകയാണ്. എന്നാൽ എത്രയൊക്കെ തിരഞ്ഞിട്ടും ശിവമുരുകൻ്റെ യാതൊരു ട്രേസസും കണ്ടെത്താനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ അവരവിടെ കുറച്ച് നേരം സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അതിനുശേഷം അവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, ഒരാൾ കടലിൽ വീണുകയറി മിസ്സായ സമയത്ത് ഇവരെന്താണ് കുറച്ച് നേരം സെർച്ച് ചെയ്ത് കയറി തിരിച്ചു പോകുന്നത് എന്നുള്ളത്. അതിന് അവരെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു സമയത്ത് തിരിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ അവരെ സെർച്ച് ചെയ്യാനായിട്ട് അടുത്ത ടീം വരുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തും. കാരണം അവരുടെ ആ ഒരു ബോട്ടിൽ ആകപ്പാടെ അവിടെ നിന്ന് തിരിച്ച് കരയിലോട്ട് പോകാനുള്ള ഇന്ധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് അവർ തിരിച്ചു പോകാനായിട്ട് തീരുമാനിക്കുന്നത്. തിരിച്ചെത്തി ബാക്കിയുള്ള ആളുകളെ വിവരം അറിയിക്കാം. അതേപോലെ തന്നെ ആ ഒരു ബോട്ടിൽ ഇന്ധനം അടിച്ചും കയറ്റി തിരിച്ചു വന്നും കയറ്റി തൻ്റെ സഹോദരനെ സെർച്ച് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു ആളുണ്ടായിരുന്നത്. ആളുടെ സുഹൃത്തുക്കളും അതേ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനിടയിൽ വേറെ ഒരു കാര്യം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നല്ലോ. തിരിച്ചു വന്നും കയറ്റി ഈ ഒരു ശിവമുരുകന് വേണ്ടിയിട്ട് ടോർച്ചടിച്ച് നോക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവർക്ക് ശിവമുരുകനെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ശിവമുരുകന് ഇവരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആളവിടെ നിന്ന് കൈയൊക്കെ പൊക്കിങ്ങേറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഒച്ച വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഇയാളെ ഇവർ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ആ ഒരു ബോട്ടും കൊണ്ട് വന്ന് സെർച്ച് ചെയ്തത് ശിവമുരുകൻ വീണ പ്ലേസിൽ തന്നെയാണ്. എന്നാൽ ആ സമയത്ത് ശിവമുരുകൻ അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യം ആള് ഈ ഒരു ബോട്ടിൻ്റെ ബാക്കിലൂടെ തന്നെ കറക്റ്റ് ആ ഒരു ട്രാക്ക് പിടിച്ചാണ് നീന്തിയതെന്നുണ്ടെങ്കിലും കടലാണ് ഭയങ്കര ആ ഒരു സിറ്റുവേഷൻ, കാറ്റ്, അങ്ങനെ ആ ഒരു കാറ്റിൻ്റെ ഇതിൻ്റെയും പ്രഷറിൽ ആളിങ്ങനെ നീങ്ങി ഒരു 2 കിലോമീറ്ററോളം അപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് കാണാനായിട്ട് സാധിക്കാഞ്ഞതും. ഇയാൾ അത്രയും ദൂരത്തിലായതുകൊണ്ട് തന്നെ ഇയാൾ ഒച്ച വെച്ചിട്ടും ഇവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കൂരിട്ടാണ്, വലിയ ചന്ദ്രനോ കാര്യങ്ങളൊന്നുമില്ല, ഒരു അമാവാസി മൂടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ അവർക്ക് കാണാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കറുത്ത മുടിയും കാര്യങ്ങളും. അപ്പോൾ എങ്ങനെയൊക്കെ ഇവർ സെർച്ച് ചെയ്തിട്ടും ഇയാളെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കരയിലോട്ട് പോയ ആ ഒരു ഫിഷിംഗ് ബോട്ട് തിരിച്ചു വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവർ ഇന്ധനമൊക്കെ അടിച്ച് കയറ്റി തിരിച്ചു വരികയാണ്. അവരുടെ ബോട്ട് മാത്രമല്ല വന്നത്, വേറെയും ഒരുപാടധികം ഫിഷർ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇയാൾ അന്വേഷിച്ചു വരികയാണ്. ഇവരോടൊപ്പം തന്നെ മറൈൻ പോലീസും വന്ന് ശിവമുരുകന് വേണ്ടിയിട്ടുള്ള തിരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1:15 ഈ സെർച്ച് നടത്തുന്നതും മറ്റുമൊക്കെ ഈ ശിവമുരുകൻ കാണുന്നുണ്ട്, കുറച്ച് ദൂരത്ത് ഉണ്ട്. ആളവിടെ നിന്ന് കഷ്ടപ്പെട്ട് കൈ പൊക്കിങ്ങേറ്റ് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒച്ച വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആളുടെ തൊണ്ടയിൽ നിന്നും സൗണ്ട് വരുന്നുണ്ടായിരുന്നില്ല. അതായത് അവർ കടലിൽ വീഴലും അതും ഇതൊക്കെ ആയിട്ട് ആൾ കുറേ ഉപ്പുവെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് ആളുടെ തൊണ്ടയൊക്കെ ഒരു അടഞ്ഞ സിറ്റുവേഷനിലായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നേരത്തെ അയാൾ ഇതേപോലെ തന്നെ ഒരുപാടധികം ഒച്ച വെച്ച് ആളുടെ ഒച്ച പോയിട്ടുണ്ടായിരുന്നു. അതായത് ആൾക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ആളുണ്ടായിരുന്നത്. മണിക്കൂറുകളോളം അവർ അവിടെ തിരച്ചിൽ നടത്തുകയാണ്. ഒരുപാടധികം നേരം തിരച്ചിൽ നടത്തിയിട്ടും അവർക്ക് ശിവമുരുകനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഇതൊക്കെ ശിവമുരുകൻ കാണുന്നുണ്ടായിരുന്നു. തൻ്റെ സുഹൃത്തുക്കൾ തന്നെ രക്ഷിക്കാൻ വന്നിട്ട് അവരെ താൻ കാണുന്നുണ്ട്, തന്നെ അവർ കാണുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തിൽ എന്തൊരു സിറ്റുവേഷൻ ആയിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല.
അങ്ങനെ ആളവിടെ തന്നെ അവർ കടലിൽ തന്നെ കിടക്കുകയാണ്. ബോട്ടിൻ്റെ ആ ഒരു ഡയറക്ഷനിലോട്ട് നീന്തുന്നുണ്ട്. എന്നാൽ നീന്തും തോറും അകലുന്നതായിട്ടൊക്കെയാണ് ആൾക്ക് തോന്നുന്നത്. ആൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അങ്ങോട്ട് എത്താനും പറ്റുന്നില്ല. അവരെത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇയാളെ കണ്ടെത്താനും സാധിച്ചില്ല. അങ്ങനെ ഒരുപാടധികം മണിക്കൂറിൻ്റെ സെർച്ചിനൊടുവിൽ അവർ തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആദ്യം ഇയാൾ ഇതേപോലെ തന്നെ ബോട്ടിൽ നിന്ന് വെള്ളത്തിലോട്ട് വീണു. എന്നിട്ട് തൻ്റെ സുഹൃത്തുക്കൾ തന്നെ സെർച്ച് ചെയ്യാനായിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം അവർ തിരിച്ചു പോയിട്ട് ഒരുപാട് ആളുകളെയും ഒരുപാട് ബോട്ടുകളെയും അതേപോലെ തന്നെ എന്താ പറയുക പോലീസിനെയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ടും ഇയാളെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊക്കെ ഇയാൾ അവിടെ കിടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. അപ്പോൾ ജീവിതവും മരണവും ആളുടെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ മിന്നി മിന്നി കളിക്കുകയായിരുന്നു. എന്തൊക്കെയാണെങ്കിലും പ്രതീക്ഷ കൈവിടാനായിട്ട് ആള് തയ്യാറായിരുന്നില്ല. ആള് കരുതിയത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച എന്തായാലും മീൻ പിടിക്കാനൊന്നും ഈ വഴിക്കാരും വരാനുള്ള സാധ്യതയില്ല. എന്നാൽ പിറ്റേ ദിവസം തിങ്കളാഴ്ച പകൽ വരെ താൻ പിടിച്ച് നിൽക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ വരും എന്നുള്ളൊരു തോട്ടായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. എന്നാലും അത്രയധികം മണിക്കൂറുകൾ ഇനി കടലിൽ നിൽക്കാനുള്ളൊരു സ്റ്റാമിനൊന്നും ആൾക്ക് ഉണ്ടായിരുന്നില്ല. കടലിൽ വീണപ്പോൾ തുടങ്ങി കടലിനോട് മല്ലിട്ട് നീന്തി ആൾ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് അപ്പോഴത്തേനും എത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ഇത്രയും നേരം കടലിനോട് മല്ലിട്ടിട്ട് ആൾക്ക് തീരെ ശക്തിയില്ലാണ്ടായി. ആളുടെ ടീഷർട്ട് വരെ ആൾക്കൊരു ഭാരമായിട്ട് തോന്നാണ്. അങ്ങനെ ആ ഒരു തണുപ്പത്ത് ടീഷർട്ട് കൂരി കളഞ്ഞു ആള്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കഷ്ടപ്പെട്ട് വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി നിൽക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ തൊണ്ട ഉണങ്ങി ദാഹിക്കുന്നുണ്ട്. ചുറ്റും കടലാണ്, പക്ഷെ കടൽ വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ബോധം ഏകദേശം പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. തീരെ ആരോഗ്യമില്ലാത്തത് കൊണ്ട് ആൾക്ക് മര്യാദക്ക് നീന്താനും പറ്റുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു പോയിന്റിൽ ആളുടെ പ്രതീക്ഷ തന്നെ പോയിട്ട് ഇവിടെ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ആൾ ചിന്തിച്ചു. എന്നിട്ട് ആൾ ഇതേപോലെ തന്നെ നീന്താതെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് മുങ്ങിപ്പോകാനൊക്കെ ശ്രമിച്ചു. പക്ഷേ നമുക്കറിയാം, നീന്തൽ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വീണ് മരിക്കുക, അതും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ മരിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത്തിരിയെങ്കിലും ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നീന്തി മുകളിലോട്ട് വരും. അത് തന്നെയായിരുന്നു ഈ ശിവമുരുകൻ്റെ കേസിലും സംഭവിച്ചത്. ആളെ 2-3 തവണ ഒക്കെ ട്രൈ ചെയ്തു. എന്നാലും ആളുടെ ഉള്ളിൽ കുറച്ച് ജീവനും കുറച്ച് ആരോഗ്യം ഉണ്ടായിരുന്നത് കൊണ്ട് എങ്ങനെയൊക്കെയോ ആള് തന്നെ നീന്തി ആ ഒരു വെള്ളത്തിൻ്റെ ഉപരിതലത്തിലോട്ട് എത്തുകയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആളെ എന്തോ വന്ന് തോണ്ടുന്നത്. ആരോ എന്താന്ന് നോക്കിയപ്പോൾ ജെല്ലി ഫിഷിൻ്റെ ഒരു കൂട്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് ആളെ രക്ഷപ്പെട്ടതെന്നുള്ളത് ആൾക്ക് തന്നെ അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോഴത്തേനും ഞായറാഴ്ച രാവിലെയായി, സൂര്യനൊക്കെ ഉദിച്ചു. ആ ഒരു സൂര്യ വെളിച്ചം കണ്ടപ്പോൾ ഇയാളുടെ ഉള്ളിലും ഒരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. എന്നാൽ അന്നത്തെ പകല് മുഴുവൻ ഇയാൾ ആളുകളെ പ്രതീക്ഷിച്ചിട്ടും ആരും വന്നില്ല. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. ഇയാളുടെ പ്രതീക്ഷകളും ഏറെക്കുറെ അസ്തമിച്ചു. ഇയാളുടെ കണ്ണിൻ്റെ മുന്നിൽ ആളുടെ വീട്ടുകാരും ഭാര്യയും കുട്ടികളും അങ്ങനെയുള്ള എല്ലാവരും മിന്നിമറയാനായിട്ട് തുടങ്ങി. ഇനിയിപ്പോൾ നീന്താൻ പോയിട്ട് വെള്ളത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് ആളെത്തുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പ്രതീക്ഷകളും പോയിട്ടുള്ള ആ ഒരു സമയത്തായിരുന്നു ആൾ മരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളെ കൊണ്ട് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആള് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അകലെന്ന് എന്തോ ഒരു ലൈറ്റ് വരുന്നത് ആൾ ശ്രദ്ധിക്കുന്നത്. ആളിങ്ങനെ കൈപൊക്കി വീശി. എന്നാൽ അവർ തന്നെ കാണുന്നുണ്ടോ, അതെന്താണ് ലൈറ്റ്, എന്താണ് സംഭവം എന്നുള്ളതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ആരോഗ്യമോ ബോധമോ ആ സമയത്ത് ആൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും ആളുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആൾക്ക് ബോധം വരുന്നത്. ആ സമയത്ത് ആള് ഒരു ബോട്ടിൻ്റെ അകത്തായിരുന്നു. തമിഴ്നാട്ടിലെ കൂതംകുടി എന്ന് പറയുന്ന ഒരു ഫിഷിംഗ് വില്ലേജിൽ നിന്നുള്ള അരുളപ്പണും ആളുടെ ടീമുമായിരുന്നു ആ ഒരു ഫിഷിംഗ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. രാത്രി ഒരു 11:30 ടൈമിൽ ഇതേപോലെ തന്നെ അവർ വല വിരിച്ച വലയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് കരലക്ഷ്യമാക്കി പോകുന്നതിൻ്റെ ഇടയിലാണ് ഇതേപോലെ തന്നെ ഒരാളുടെ കൈ കാണുന്നതും അതേപോലെ തന്നെ നേരെ അങ്ങോട്ട് എത്തുന്നതും ഈ ഒരു ശിവമുരുകനെ രക്ഷപ്പെടുത്തുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏകദേശം 28 മണിക്കൂറാണ് കടലിൽ ആൾ കിടന്നത്. ഒന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും വന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് തിരിച്ചു പോയി. പിന്നെയും ഒരുപാട് ആളുകളും പോലീസും വന്ന് സെർച്ച് ചെയ്ത് തിരിച്ചു പോയി. പ്രതീക്ഷകളൊക്കെ പോയി. എന്നിട്ടും ആ ഒരു വിൽ പവർ പോവാതെ എങ്ങനെയൊക്കെയോ ആൾ മുകളിൽ പിടിച്ച് നിന്ന് എങ്ങനെയൊക്കെയോ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ രക്ഷപ്പെട്ടത്. അങ്ങനെ നേരെ ആളെ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യായിരുന്നു. അതിനുശേഷം ആൾ റിക്കവർ ചെയ്തിട്ട് തിരിച്ചു വരുന്നൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായത്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഇൻസിഡൻറ്റ് ആൾക്ക് എന്നും വലിയ ഒരു ട്രോമ തന്നെയായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്ക് കടലിൽ പോകാനായിട്ടുള്ള ഒരു പേടി ഉണ്ടാവും എന്നുള്ളത് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല.
കാരണം ആള് അത്രയും വർഷങ്ങളായിട്ട് കടലിലോ കാര്യങ്ങളിലോ ഒന്നും മീൻ പിടിക്കാനായിട്ട് വലിയതായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. സ്ഥിരമായിട്ട് പോയി തുടങ്ങിയ ടൈമിലാണ് ഇങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നതും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആള് ഫുള്ളി മെൻ്റലിയും ഫിസിക്കലിയും റിക്കവർ ആവട്ടെ എന്നുള്ളൊരു കാര്യം നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഒരു സർവൈവൽ സ്റ്റോറിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അതും നമ്മളുടെ അടുത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.